അല്ല, കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സമിതിയിൽ പ്രധാനപ്പെട്ട ഒരാളാണ് രമേശ് ചെന്നിത്തല, പിന്നെ വി ഡി സതീശൻ, പിന്നെ കെ സി വേണുഗോപാൽ. അവരൊക്കെ അദ്ദേഹത്തെ വന്ന് കാണട്ടെ. അതിനെന്താ? അല്ല, പ്രശ്നം പരിഹരിക്കാനാണല്ലോ സുധാകരനെ നേതൃത്വം പോയി കാണുന്നത്. സുധാകരന്റെ നിലപാടിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിനെ കണ്ട് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ ആരും മത്സരിക്കണ്ട എന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം മാറ്റാത്തിടത്തോളം കാലം ഏതെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഹൈക്കമാൻഡേയും കേരളത്തിലെ പാർട്ടിയുടെയും നിലപാടുകൾ സുധാകരനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പ് സമിതിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് പിന്നെ സുധാകരനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ വന്ന് കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അനുനയം നടന്നോ ഇല്ലയെന്നുള്ളത് സുധാകരനാണ് മറുപടി പറയേണ്ടത്. അതല്ല, സുധാകരൻ പറയുന്ന വാദമെന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അന്ന് തന്നെ സുധാകരന് കൊടുത്ത വാക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്നുള്ളത്. ആ വാക്ക് ഇപ്പോൾ നേതൃത്വം തെറ്റിച്ചു എന്നതാണ് സുധാകരൻ പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. ശ്രമിച്ചിരുന്നു കെ സുധാകരനെ സംസാരിക്കാൻ കൂടിക്കാഴ്ച അല്ലെങ്കിൽ അനുനയത്തിന്? ആരാണ്? ഞാനൊരിക്കലും ശ്രമിച്ചിട്ടില്ല. എന്റെ പണിയല്ലല്ലോ ഇത്. പാർട്ടിക്കകത്ത് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം അല്ലാതെ ഏൽപ്പിക്കാത്ത ജോലി ചെയ്യേണ്ട ആളൊന്നും ഞാനല്ല. ഞാൻ ഒരിക്കലും അദ്ദേഹമായിട്ട് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അതിനെന്താ? അല്ല, ഉത്തരവാദിത്വം എനിക്കല്ലല്ലോ. അദ്ദേഹം എന്നേക്കാൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു, അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. കേവലം ഒരു MP മാത്രമായി ഞാനെങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും അദ്ദേഹത്തെ പാർട്ടിയെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാക്കുന്നുണ്ടോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നാണ് നിങ്ങൾക്ക് ഉത്തരം നേരിട്ടറിയാവുന്ന ഒരു ചോദ്യം എന്നോട് ചോദിച്ച് എന്റെ വായിന്ന് ഉത്തരം പറയിപ്പിച്ചിരുന്ന കാര്യം. ഇതിന്റെ ഉത്തരം എന്താണ്? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ whenever you ask a question, അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാൻ പിന്നെ എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? പ്രവർത്തകർക്കിടയിൽ സുധാകരൻ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞു. പ്രവർത്തകരുടെ ആഗ്രഹം അത് നടപ്പിലാക്കേണ്ടതല്ലേ പാർട്ടിയുടെ ഉത്തരവാദിത്വം? ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാനില്ല. സാർ, കെ സുധാകരന്റെ കേഡർമാർ വിചാരിച്ചാൽ KPCC അധ്യക്ഷന് വരെ തോൽവി, അങ്ങനെയൊക്കെ ചർച്ചകളൊക്കെ വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ. സമൂഹ മാധ്യമങ്ങളല്ലല്ലോ കേരളത്തിലെ വോട്ടർമാരെന്ന് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിൻബലയും പിന്തുണയും. അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സമൂഹ മാധ്യമങ്ങളല്ല പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ജനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പട്ടിക ആകെ കീറാമുട്ടിയാക്കിയെന്ന് തോന്നുന്നുണ്ടോ? സുധാകരനുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വ ചർച്ചകൾ പട്ടിക തന്നെ ആകെ കീറാമുട്ടിയായതാണ് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ പ്രതിപക്ഷ നേതാവ് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാലും നോമിനേഷൻ കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വന്നല്ല പറ്റത്തുള്ളൂ. അപ്പൊ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കും. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റും. സിസ്റ്റമാണോ അതല്ലെങ്കിൽ പല അധികാര കേന്ദ്രങ്ങളാണോ കോൺഗ്രസിന്റെ ശാപം? അതായത് BJPയും CPMും CPI ഒക്കെ ബഹുദൂരം മുന്നിലല്ലേ ഈ പ്രചാരണ കാര്യങ്ങളിൽ? കോൺഗ്രസിൽ ആര് വരും അല്ലെങ്കിൽ പ്രവർത്തകർ എന്ത് ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയാത്തൊരു സാഹചര്യമല്ലേ? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനസമൂഹവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ പൊതുജന വികാരത്തിനെതിരായി ഒരു കാര്യവും ഇപ്പോഴെനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാത്തിനെ കുറിച്ചും സ്വന്തമായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്. പക്ഷേ എന്റെ സ്വന്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ റിസർവ് ചെയ്യുന്നു. ഹൈക്കമാൻഡാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. MP-മാർ മത്സരിക്കുന്നത് ഒരാൾക്ക് മാത്രമായി ഇളവ് കൊടുക്കരുതെന്നാണോ രാജ്മോഹൻ ഉണ്ണിത്താന്റെ അഭിപ്രായം? അല്ല, ഞാൻ എത്രാമത്തെ പ്രാവശ്യം നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഞാനാണ് ആദ്യമേ പറഞ്ഞത്, ഒരു MP എന്ന് പറഞ്ഞാൽ 7 MLA-മാരുടെ നേതാവാണ്. ഒരു MLA-യിലേക്ക് ഒരു MPയും ചുരുങ്ങാൻ തയ്യാറാകരുത്. രണ്ടാമത്തെ കാര്യം, ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മളെ MP ആക്കാൻ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരിൽ പലരുമാണ് ഇപ്പോൾ അസംബ്ലിയിൽ മത്സരിക്കുന്നത്. അവരെ വിജയിപ്പിച്ച് MLA-മാരാക്കുക എന്നുള്ള ദൗത്യം MP-മാരുടേതാണ്. അവരാ ദൗത്യം സ്തുത്യർഹമായി നിർവഹിക്കണമെന്ന് അഭിപ്രായക്കാരനായ ഒരു MP-യാണ് ഞാൻ. കെ സുധാകരൻ ഈ ആവശ്യം ഉന്നയിക്കുന്നതിൽ തെറ്റുണ്ട്. കാരണം മുൻപും പലതവണ ഇത്തരത്തിൽ MP-മാർ അവരുടെ സ്ഥാനം MP ആയിരിക്കുമ്പോൾ തന്നെ മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അത് വടകരയിൽ നിന്ന് മുരളീധരൻ നേമത്ത് മത്സരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയിൽ മുമ്പും നടന്നിട്ടുണ്ട്. അപ്പോൾ സുധാകരൻ അത് തെറ്റ് പറയാൻ പറ്റും? മുമ്പലത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ ഉള്ള സാഹചര്യം. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ
കേരളത്തിലെ പൊതുജന വികാരം UDF അനുകൂലമായി നിൽക്കുകയാണ്. അപ്പോൾ ആര് മത്സരിച്ചാലും ഇപ്പോൾ ജയിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികളുടെ സൗന്ദര്യം കണ്ടോ, അവരുടെ പാരമ്പര്യം കണ്ടോ, പൈതൃകം കണ്ടോ അല്ല ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും ജയിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇന്ന ആള് വേണമെന്ന് ആരും വാശി പിടിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ നിയമസഭാ തോൽവിക്ക് ശേഷം താങ്കൾ കാസർഗോഡ് വെച്ചൊരു വലിയ പ്രതികരണം നേതൃത്വത്തിനെതിരെ ഒന്നടങ്കം നടത്തുകയുണ്ടായി. ഇത്തവണയും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുമോ? എന്താണ് പ്രതികരണം? അതായത് നേതൃനിരയിലെ അനൈക്യമാണ്, അല്ലെങ്കിൽ നേതാക്കൾക്ക് പ്രവർത്തകർ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു താങ്കളുടെ അന്നത്തെ പ്രതികരണം. അല്ല, അന്നത്തെ പ്രതികരണം അന്നല്ലേ നടത്തിയത്. ഇന്നെനിക്ക് പറയാനുണ്ടെങ്കിൽ ആ പ്രതികരണം ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഒറ്റ ചോദ്യം, ഇതുവരെ ഉണ്ടാക്കിയുള്ള ഓളം മുഴുവനും പോയ കണക്കൊരു പ്രതീതി ഇപ്പൊ സൃഷ്ടിച്ച രീതിയിലാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത്. ഓളം എന്ന വാക്ക് തന്നെ കറക്റ്റാണ്. ഓളം ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരുമല്ലോ, മനസ്സിലായില്ലോ. ഓളം ഒരിക്കൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. അപ്പോൾ ഉണ്ടാക്കിയ മുൻതൂക്കം പൂർണ്ണമായും അതിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലല്ലേ ഇങ്ങനെ തിരക്കിട്ട ചർച്ചകളും. അതൊക്കെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ നേതാക്കന്മാർക്കിടയിൽ ഐക്യമില്ലാത്തതല്ലേ ഈ കാണുന്നത്? നോ കമന്റ്സ്.